അപ്പോൾ ഇന്ന് സപ്താഹത്തിൻ്റെ 5-ാമത്തെ ദിവസമാണ്. ഇന്ന് രുക്മിണി സ്വയംവരമാണ്. അതായത് മറ്റ് ദിവസങ്ങളെക്കാൾ കുറച്ചുകൂടെ സ്പെഷ്യലായിട്ടുള്ള ആഘോഷങ്ങളോട് കൂടിയ ഒരു ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ രുക്മിണിയായിട്ട് ഒരു കുഞ്ഞിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് ഒരുങ്ങി മറ്റ് തോഴിമാരുമായിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ജംഗ്ഷനിൽ നിന്ന് അമ്പലത്തിലേക്ക് ഘോഷയാത്രയോടുകൂടി രുക്മിണി വിഗ്രഹവും വഹിച്ചുകൊണ്ട് നമ്മൾ അമ്പലത്തിലോട്ട് വന്ന് യജ്ഞശാലയിൽ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും കല്യാണം നമ്മൾ നടത്തുന്നത് പോലെയാണ് ചടങ്ങ്. അതെല്ലായിടത്തും അതുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ രാവിലെ അമ്പലത്തിൽ വന്ന് തൊഴുത് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിവിടെ 3 നേരം ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരിയാണ് ദേവികയുടെ മോള്, ഇത് ദേവികയുടെ അമ്മ. അപ്പോൾ ദേവിക എൻ്റെ കൂടെ കുഞ്ഞുനാളിൽ, അതായത് അംഗൻവാടി മുതൽ +2 വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. അതുപോലെ ദേവികയുടെ അമ്മയായിട്ടുള്ള രാജശ്രീ അമ്മയും എൻ്റെ അമ്മയും ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അവൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെ കൂടെ അമ്പലത്തിലും ഞാൻ വീട്ടിലോട്ടും പോയി. കാരണം എനിക്കിനി ഡ്രസ്സ് മാറിയിട്ട് കല്യാണത്തിന് വേണ്ടി വരണം. കല്യാണം നടക്കുമ്പോൾ നമ്മൾ നന്നായി ഒരുങ്ങി വരണ്ടേ. അങ്ങനെ ഞാൻ വന്നപ്പോൾ തന്നെ ഘോഷയാത്ര ജംഗ്ഷനിലോട്ട് പോവാണ്. നമ്മുടെ ഇവിടെയുള്ള ജംഗ്ഷൻ്റെ പേര് വടുതല എന്നാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ ഒരു വടുതലയുണ്ട്. ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചവറ വടുതല. അങ്ങനെ ഈ വിഗ്രഹവും കൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ടാണ് പിന്നെ വിളക്ക് കത്തിച്ച്, താലപ്പൊലിയിൽ വിളക്ക് കത്തിച്ച് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ മിക്ക വീടുകളിലും, അതായത് ഈ ഘോഷയാത്ര വരുന്ന വഴികളിലെ മിക്ക വീടുകളിലും വിളക്ക് കത്തിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഈ വിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് ഞങ്ങളുടെ ലതയമ്മാവിയാണ്. ലതയമ്മാവി നല്ല അസാധ്യ കുക്കാണ്. പുള്ളിക്കാരിക്ക് ചെറിയ രീതിയിലൊരു കാറ്ററിംഗ് ബിസിനസ്സൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ നല്ല സ്വാദിഷ്ടമായ ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുമുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമെന്ന് അറിയാം, അതുകൊണ്ട് ചിരിച്ച് നിന്ന് തരികയും ചെയ്തു. കൊടക്കാരന്മാരല്ല ഇപ്പോഴാണ് ഓടുന്നത്. ഇത് ഞങ്ങളുടെ അജിയണ്ണനാണ് നമ്മുടെ അമ്പലത്തിലെ സെക്രട്ടറി. എൻ്റെ ചാനലിൽ വരും കേട്ടോ. ആ, മറ്റേ അമ്മയല്ലേ? അപ്പോൾ ഇത് ഞങ്ങളുടെ ബാലകൃഷ്ണ മാമനാണ്. ചിലപ്പോൾ ഞാൻ മാമനെന്നും ചിലപ്പോൾ മെമ്പറേന്നും വിളിക്കാറുണ്ട്. മനസ്സിലായല്ലോ, കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു. മാമൻ്റെ മോൻ്റെ കല്യാണം നമ്മുടെ സപ്താഹം തുടങ്ങുന്ന അന്നായിരുന്നു കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വടുതല ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഘോഷയാത്രയും താലപ്പൊലിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞു മക്കളാണ്, സുന്ദരി മക്കളാണ് ഇവിടുത്തെ രുക്മിണിമാർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രദേശത്തെ കാവ്. നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞാൽ ഇവിടെ ഉടനെ പൂജ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ താലപ്പൊലിയും എല്ലാം വന്ന് ഇവിടെ ചുറ്റിയിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് അമ്മുവിൻ്റെ മോൻ കേശു. ദേവികയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അമ്മു +2 മുതൽ ഡിഗ്രി വരെയും പിന്നെ എൻ്റെ PSC കോച്ചിങ് കാലഘട്ടത്തിലെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ നേരത്തെ നടന്ന നമ്മുടെ റിയൂണിയനിലും ഞാനും ഇവളും ഒക്കെ ആയിരുന്നു ഒന്നിച്ച് പോയിരുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മുടെ താലപ്പൊലിയും മുത്തുക്കുടകളും എല്ലാം 2 ദേവിമാരെയും പ്രദക്ഷിണം വെച്ചിട്ടാണ് യജ്ഞശാലയിലേക്ക് പോകുന്നത്. അതാണ് ഇനി നിങ്ങൾ കാണുന്നത്. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു.
രുക്മിണിയും തോഴിമാരും പിന്നെ നമ്മുടെ രുക്മിണി വിഗ്രഹവും എല്ലാം നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള താലപ്പൊലികളെല്ലാം യജ്ഞശാലയിലേക്ക് വന്നിട്ടുണ്ട്. ആ താലപ്പൊലി എല്ലാം നമ്മൾ അവിടെ വാങ്ങിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് മക്കളെ കൊണ്ട് നിരുത്തുന്നത് ആ ഇരിപ്പിടത്തിലാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും, തിരുമേനി വന്ന് പൂജിക്കും. പൂജിച്ചതിന് ശേഷം ഒരു മാല ഈ രുക്മിണി ആയിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കും. കുഞ്ഞ് കൊണ്ടുവന്ന് ആ മാലയാണ് യജ്ഞശാലയിൽ ശ്രീകോവിലിനകത്ത് കൊടുക്കുന്നത്. ഞങ്ങളുടെ ഈ കുഞ്ഞു പ്രദേശത്തിനെ കാക്കാനായിട്ട് ഞങ്ങൾക്ക് 2 ദേവിമാരാണുള്ളത്. ഒന്ന് ഭദ്രയും ഒന്ന് ദുർഗയും. അപ്പോൾ 2 പേരും സഹോദരികളായിട്ടാണ് ഈ അമ്പലത്തിൽ. അഷ്ടമി ഇദ്ദേഹമാണ് നമ്മുടെ ഈ യജ്ഞത്തിൻ്റെ യജ്ഞാചാര്യൻ. അദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂൾ, ഇളമ്പള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം റിട്ടയർഡായി. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഇവിടുത്തെ യജ്ഞാചാര്യൻ. ഇവരൊക്കെ എൻ്റെ ട്യൂഷൻ വീട്ടിലെ മക്കളാണ്. അപ്പോൾ അമ്മമ്മയുടെ കൂടെയൊക്കെ വന്നു എന്ന് പറയുകയാണേ. അപ്പോൾ ഇത് അറിയാമല്ലോ, എൻ്റെ വീഡിയോയിൽ താരമാണ് പ്രസന്നമ്മ. അപ്പോൾ പ്രസന്നമ്മയുടെ
ആണ്ട് മായ ചേച്ചിയുടെ മോള്. രുക്മിണി സ്വയംവരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളുടെ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, ഇന്ന് ഞായറാഴ്ചയാണ്, ഭയങ്കരമായ ക്യൂ ആയിരുന്നു. ഞങ്ങളങ്ങ് റോഡിൽ നിന്നാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. മാത്രമല്ല ഇന്നത്തെ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സദ്യയാണ്. നല്ല പാലട പായസമൊക്കെ കൂട്ടിയുള്ള നല്ല സ്വാദിഷ്ടമായ സദ്യയാണ്. നമ്മുടെ ഇവിടുത്തെ സദ്യക്ക് സ്പെഷ്യല് പരിപ്പാണ് കേട്ടോ, അതും കൂട്ടി ഒരു സൂപ്പർ സദ്യ. അപ്പോൾ ഈ മനോഹരമായ ഡാൻസിന് പാട്ടില്ല എന്ന് ചോദിക്കരുത്, കാരണം പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തേക്കാണ്, കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ കൊട്ടുമില്ല കുഴലുമില്ല ആ പാട്ടിനാണ് കുട്ടികൾ ചുവട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് അമ്പലത്തിൽ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ടാണ് നടന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്കും എത്തിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.